ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീഡിയോയിലേക്ക് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം ഞാനൊരു ഡോഗ് കുഞ്ഞിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ആ കുഞ്ഞിനെ പറ്റിയെന്ന്. ആ കുഞ്ഞിന് ഞങ്ങളുടെ വീട്ടിലെ ഡോഗ് പ്രസവിച്ചതാണ്. അതിന് 10 കുഞ്ഞുങ്ങളാണ് അവൾ പ്രസവിച്ചത്. അതിൽ 7 കുഞ്ഞുങ്ങളെ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്ത് 6 കുഞ്ഞുങ്ങളെ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തായിരുന്നു. ബാക്കി ഒരു 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അത് ആ സമയത്ത് തന്നെ അത് മരിച്ചുപോയി. അപ്പം ഒരു കുഞ്ഞിന് വളരെ ഹെൽത്ത് കുറവായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നി, ആരും എടുക്കത്തില്ലെന്ന് തോന്നി. എന്നുവെച്ചാൽ നാടനാണത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അന്നേരം തോന്നിയത് ഹെൽത്തും വളരെ കുറവായിരുന്നു അതിന്. അപ്പം ഞങ്ങൾക്ക് ഓൾറെഡി 3 ഡോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ 7 കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു ഭയങ്കര ഇതായിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും വളർത്താൻ എടുക്കുമോ എന്നുള്ള ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അത് ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ വളർത്തിയ ഡോഗല്ലേ, എല്ലാ വർഷവും ഇഞ്ചക്ഷനും അതും ഇതും ഒക്കെ നമ്മൾ കൊണ്ടുവരുന്ന ഡോഗ് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ 6 പേരെ കൊടുത്തു. ഞങ്ങൾ ഓരോ അന്വേഷിക്കുമായിരുന്നു. ഇപ്പോൾ ഡോഗ് കൊടുത്ത വീടുകളിലൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഇവനെ കൊണ്ടുപോയ വീട്ടിൽ ഞങ്ങൾ ഒരു വട്ടം, അപ്പോൾ അവിടെ എപ്പോഴും ചോദിക്കുമായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു വട്ടം പിന്നെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ആ കുഞ്ഞിനെ വേറൊരു ഡോഗ് എടുത്ത് കുടഞ്ഞു. അപ്പോൾ ഇപ്പോൾ അവന് ഇഴഞ്ഞാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അന്നേരം പറഞ്ഞു ഓക്കെ എന്നാൽ ഞങ്ങളെന്നാൽ അങ്ങോട്ട് വരാം, കാണാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ അവരെന്തോ ഒരു എക്സ്ക്യൂസ് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഓക്കെ, നമ്മളിപ്പോൾ ഒരാളോട് എക്സ്ക്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് ചെല്ലാനൊക്കത്തില്ലല്ലോ. ഓക്കെ, ഞങ്ങൾ പിന്നെ എന്നിട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ട്. അപ്പം കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചായിരുന്നു എല്ല് പൊട്ടലോ ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അവരന്നേരം എല്ല് പൊട്ടലൊന്നും ഇല്ലെന്നാണ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് സമാധാനമായി. എല്ല് പൊട്ടലൊന്നും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ അവന് നടക്കും എന്നുള്ള ഒരു ചിന്തയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ചോദിക്കുമ്പോൾ അവൻ ഇരുന്ന് തുടങ്ങിയെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവസാനം മനസ്സിലായി ഇവർക്കതിനെ വേണ്ട, അവരതിനെ കളയാൻ കൊണ്ടുപോകണമെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ആൾക്കാരൊക്കെ അവരോട് ചോദിച്ചു നീ 2 കാലില്ലാത്തതിനൊക്കെ എന്തോനാണ് വളർത്തുന്നത് എന്തെന്നൊക്കെ ഒരു രീതി വന്നു. ഇപ്പം എന്നാൽ പിന്നെ നേരത്തെ അവർക്കതങ്ങ് ഞങ്ങൾക്ക് തന്നാൽ മതിയായിരുന്നു, ഇത്രയും ഇതാവത്തില്ലായിരുന്നു. അപ്പോഴത്തേക്ക് 2 ആഴ്ചയൊക്കെ ആയി ആ സമയം. അവർ ഹോസ്പിറ്റലും കൊണ്ടുപോയില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇവർ നോക്കുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഇവന് ഇത്രയും കണ്ടീഷനാണെന്ന് ഞങ്ങൾക്ക് അറിയത്തുമില്ലായിരുന്നു. ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ അവൻ്റെ 2 കാലിൽ ഇങ്ങനെ തളർന്ന് കിടക്കുന്നു, ദേഹത്തും കാലെല്ലാം മുറിവാണ്. അപ്പോൾ അവർ പറഞ്ഞ് എഴുന്ന് നടന്നതിൻ്റെ ആ മുറിവെന്ന് പറയുന്നത്. പക്ഷേ ഇവന് കിടന്നാണ് ടോയ്ലറ്റിൽ പോകുന്നതും മൂത്രം ഒഴിക്കുന്നതെല്ലാം അവന് കിടന്നാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അവർ വൃത്തിയൊന്നും ആക്കാത്തതുകൊണ്ട് മുഴുവൻ പൊട്ടലും മുഴുവൻ ചുമന്ന് ഫുൾ അവൻ്റെ ഈ ഇടുക്ക് എല്ലാം വയറ് ഭാഗം എല്ലാം അവൻ്റെ ഒരു മുറിവായിരുന്നു, ഫുൾ മുറിവായിരുന്നു. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ വിഷമം. നമ്മളിപ്പോൾ നമ്മൾ കൊടുത്തു വിട്ട ഒരു രീതിയല്ലായിരുന്നു ആ കുഞ്ഞ്. വളരെ ഒരു ദുഃഖം തന്നെയായിരുന്നു കണ്ടപ്പോൾ. പിന്നെ ഞങ്ങളതിനെ കൊണ്ടുവന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്തപ്പം പറഞ്ഞത് അതിനും എല്ലിനും ഒടിവുണ്ട്, 3ആയിട്ടാണ് അവൻ്റെ എല്ല് ഒടിഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ 2 ആഴ്ചയായി സംഭവം. അതുകൊണ്ട് പിന്നെ നടക്കത്തില്ലെന്ന് ഇവിടുത്തെ ഡോക്ടർ വിധി പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു 2 ആഴ്ച ആയിരുന്നല്ലോ, അതുകൊണ്ട് നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ അത് ഇപ്പോഴും മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് അവന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ ആ മുറിവും കാര്യങ്ങളൊക്കെ ഉണങ്ങി. അത് ഇപ്പോൾ അങ്ങനെ വലിയ മുറിവും കാര്യങ്ങളും നമ്മൾ ടോയ്ലറ്റ് പോകുന്നതും മൂത്രം ഒഴിക്കുന്നതും എല്ലാം കിടന്നാണ്. അപ്പോൾ നമ്മളതനുസരിച്ച് നമ്മളെപ്പോഴും അവൻ്റെ ഒരു കണ്ണ് വേണം. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അവർക്ക് അതിനെ വളർത്താൻ പറ്റാത്തതൊന്നും. അങ്ങനെ ആർക്കും പറ്റത്തില്ലല്ലോ. അങ്ങനെയൊക്കെ കുറച്ച് ക്ഷമയും അല്ലെങ്കിൽ ഡോഗിനോടുള്ള സ്നേഹം ഉള്ളവർക്ക് മാത്രമേ ഇതൊക്കെ പറ്റത്തുള്ളൂ, ഇങ്ങനെയുള്ള ഒരു ശുശ്രൂഷ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും അവന് ഒരു കണ്ണ് വേണം. ഇതാണ് അവന് സത്യത്തിൽ സംഭവിച്ചത്. അവരതാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ശരിക്കും നമുക്കറിയില്ല ഇനി എന്താണ്. ചിലരെ കണ്ടവരൊക്കെ പറഞ്ഞത് വണ്ടി കയറിയതാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഇത് വണ്ടി കയറിയതായിരിക്കുമെന്ന്. അപ്പോൾ നമ്മളൊന്നും കണ്ടില്ല, അവർ പറഞ്ഞതല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ ഡോഗ് കൊടുന്നതാണ്. എന്താണെങ്കിലും ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നത്. പെണ്ണ് ഹെൽത്ത് കുറവായതുകൊണ്ട് ആരും കൊണ്ടുപോയില്ല. ഇപ്പോൾ അവളിവിടെ തന്നെയാണ്. അവന് കുഴപ്പമൊന്നുമില്ല. അവന് അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഒരു അപ്പച്ചിയുണ്ട്, അബൂബയുണ്ട്, എല്ലാവരും ഉണ്ട്. അവനിപ്പോൾ വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ അവൻ ശരിക്കും നടക്കത്തില്ലെന്നേ ഉള്ളൂ. അവന് ഓട്ടത്തിനും ഇങ്ങനെ നടക്കാനും കളിക്കാനും ഒന്നും അവനൊരു കുഴപ്പമില്ല. ഇതാണ് അവന് സത്യത്തിൽ ശരിക്കും പറ്റിയത് തന്നെ. നമ്മളാണെങ്കിൽ എപ്പോഴും അവനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും.
കളിക്കാനൊക്കെ അവളുണ്ട്. എന്തായാലും അവളും അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഹെൽത്ത് കുറവായതുകൊണ്ട് അവളെ കാര്യം കൊണ്ടുപോകുന്നില്ലെങ്കിൽ അമ്മയ്ക്കൊരു കൂട്ടിരിക്കട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്തു. ഇപ്പം ഞങ്ങൾക്കിപ്പം ടോട്ടലിപ്പോൾ 5 ഡോഗായി ഞങ്ങൾക്കിപ്പം. ഞങ്ങൾ പിന്നെ ഞങ്ങൾ വെളിയിലാണ്, ഞങ്ങൾ ഭോപ്പാലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് വീട് മാത്രമായിട്ടാണ്, വീട്ടിലാണ് ഈ കുഞ്ഞുങ്ങളെല്ലാം. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മറ്റുള്ള ഡോഗുകളെയൊന്നും ഞങ്ങൾക്ക് വളർത്താൻ പറ്റാത്തത്. കാരണം നമുക്ക് ഒരുപാട് ഡോഗുകളെ വളർത്താൻ ഒക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും അഡോപ്റ്റ് ചെയ്യാൻ കാരണം തന്നെ. നമുക്കറിയത്തില്ലായിരുന്നല്ലോ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊന്നും നമുക്കറിയത്തില്ല. നമ്മളെല്ലാവരും വിശ്വസിച്ചാണ് വളർത്തും എന്നുള്ളൊരു വിശ്വാസം, അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർ നോക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളത് കൊടുത്തത് തന്നെ. പക്ഷേ എങ്കിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇപ്പോൾ വന്നത് നല്ല, അല്ലെങ്കിൽ ഇനി കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞായിരുന്നെങ്കിൽ ഈ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുവരാൻ തന്നെ ബുദ്ധിമുട്ട് വരും. കാരണം ഇവിടുത്തെ ഡോഗുകൾക്ക് ഒരു ഇത് വരത്തില്ല. കാരണം അവർക്ക് പിന്നെ എപ്പോഴും അടിയുണ്ടാക്കാനും ഒക്കെ അടിയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞായതുകൊണ്ട് അത് കുഴപ്പമില്ല, അങ്ങ് എല്ലാം ഒത്തിണങ്ങി അങ്ങ് പോകും. പക്ഷേ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വരെ സംഭവിച്ചായിരുന്നെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിപ്പോയി പോയനെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഡോഗിൻ്റെ വിശേഷം. ഓക്കെ, ഞാൻ ഇത് പറയാനാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് തന്നെ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് എന്ത് പറ്റി. നമുക്കിപ്പോൾ ഒരുപാട് അതിനകത്ത് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് നമുക്ക് അതിനകത്ത് എഴുതാനൊക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തു. എന്നാൽ ശരി, ഓക്കെ, ബൈ, താങ്ക് യു.